നമസ്കാരം. പ്രേക്ഷകർക്ക് ന്യൂസ് 18 തെരഞ്ഞെടുപ്പ് പരിപാടിയായ നാട്ടിലോട്ടിലേക്ക് സ്വാഗതം. നമ്മൾ കൊച്ചിൻ കോർപ്പറേഷനിലെ 30ാം ഡിവിഷനിലാണ് എത്തി നിൽക്കുന്നത്. കൊച്ചിൻ കോർപ്പറേഷനിൽ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുകയാണ്. ഭരണം നിലനിർത്താൻ ഇടതുമുന്നണിയും അതോടൊപ്പം തന്നെ തിരിച്ചു പിടിക്കാനായിട്ട് UDFും വലിയ രീതിയിലുള്ളൊരു പോരാട്ടത്തിലൊപ്പം 5 സീറ്റിൽ നിന്ന് സീറ്റ് വർദ്ധിപ്പിക്കാൻ BJP NDAയും എല്ലാം കിണഞ്ഞ് പരിശ്രമിക്കുന്ന വാശിയേറിയൊരു പോരാട്ടം നടക്കുന്നൊരിടം കൂടിയാണ് കൊച്ചി കോർപ്പറേഷൻ. 30ാം ഡിവിഷനിൽ നിലവിൽ സിറ്റിംഗ് കൗൺസിലർ എന്ന് പറയുന്നത് ദീപ വർമ്മയാണ്. അതോടൊപ്പം തന്നെ മറ്റ് സ്ഥാനാർത്ഥികൾ UDFിൻ്റെ PA അബ്ദുൾ ലത്തീഫ്, ഒപ്പം NDA സ്ഥാനാർത്ഥി നന്ദകുമാർ എന്നിവരാണ് മത്സരരംഗത്തുള്ളത്. നമ്മൾ ദീപ വർമ്മയിൽ നിന്നുമാണ് തുടങ്ങുന്നത്, ഈ ലക്കം തുടങ്ങുന്നത്. നിലവിലെ കൗൺസിലർ കൂടിയാണ് ദീപ. വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഈ അടുത്ത ടൈമിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് ഒരു തവണയും കൂടി മത്സരിക്കുന്നത്. കാരണം കൊച്ചി നഗരസഭ എന്നും കാണുന്നതിനേക്കാൾ അപ്പുറം വികസന പ്രവർത്തനങ്ങൾ നടത്തിയൊരു കൗൺസിൽ കാലഘട്ടമായിരുന്നു 2020-25 എന്ന് പറയുന്നത്. അതിൻ്റെ തുടർച്ച തീർച്ചയായിട്ടും കൊച്ചിയുടെ വികസനത്തിന് തീർച്ചയായിട്ടും ഒരു തുടർഭരണം ഉണ്ടാകും എന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് മത്സരരംഗത്ത് നിൽക്കുന്നത്. വലിയ വികസന പദ്ധതികൾ നടപ്പാക്കി, അതായത് പ്രത്യേകിച്ച് തുരുത്തി ഫ്ലാറ്റ്, സമൃദ്ധി പദ്ധതി, അങ്ങനെ നിരവധിയായ വികസന പദ്ധതികൾ കൗൺസിൽ കാലഘട്ടത്തിൽ എണ്ണമെടുക്കുന്നുണ്ട്. നമ്മൾ വാർഡിലേക്ക് വരികയാണെങ്കിൽ എത്രമാത്രം ഒരു ആത്മവിശ്വാസം അല്ലെങ്കിൽ നമുക്ക് തൊട്ടു പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്നെല്ലാം? 2020 കാലഘട്ടത്തിൽ ആദ്യം നമ്മൾ കൊറോണ എന്ന മഹാമാരിയുടെ പിടിയിലാണ് ഞങ്ങൾ ഈ കൗൺസിൽ കാലഘട്ടം തുടങ്ങുന്നത്. ആദ്യത്തെ 2 വർഷം നമ്മൾ കൊറോണയിൽ ആ ജീവൻ രക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങളായിരുന്നു. അത് കഴിഞ്ഞാണ് വികസന പ്രവർത്തനങ്ങളിലേക്ക് വരുന്നത്. ഒരു ഡിവിഷൻ്റെ വികസനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള റോഡ് നല്ല റോഡായിരിക്കണം, ആവശ്യത്തിനുള്ള ലൈറ്റിംഗ് ഉണ്ടാവണം, അതുപോലെ തന്നെ വെള്ളക്കെട്ട്. ഇതൊരു താഴ്ന്ന ലോ ലൈങ് ഏരിയയാണ് ഇടപ്പള്ളി എന്ന് പറയുന്നത്. വളരെ വെള്ളം കയറുന്ന സ്ഥലങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു. അതിനൊരു കംപ്ലീറ്റ്ലി സോൾവ് ചെയ്തു എന്ന് ഞാൻ പറയപ്പെടുന്നില്ല, എങ്കിലും അതിൻ്റെ ഒരു പരിധി വരെ നമുക്ക് വെള്ളക്കെട്ട് ഒഴിവാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ എല്ലാ റോഡുകളും വളരെ മോശമായ സ്ഥിതിയിലായിരുന്നു. ഞാൻ വന്ന സമയത്ത് എനിക്ക് പരാതികളുടെ പരിഭവങ്ങളുടെ കൂമ്പാരങ്ങളായിരുന്നു. ഇന്ന് അതിനെല്ലാം ഒരു 98% നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് റോഡും കൂടി നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു. അത് അവരുടെ പ്രാദേശികമായ വിഷയങ്ങളും ഒക്കെ വേറെ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാതിരുന്നത്. ബാക്കി ഒരുവിധം എല്ലാ റോഡുകളും തന്നെ നല്ല രീതിയിൽ ടൈൽ വിരിച്ച് ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് കൊച്ചി ഒരു പൂനിലാവാണ് രാത്രി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇടപ്പള്ളിയും നല്ല രീതിയിലുള്ള LED ലൈറ്റുകളിട്ട് എല്ലാ റോഡുകളും സഞ്ചാരയോഗ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ വിവിധ വികസന പ്രവർത്തനങ്ങളാണ് നമ്മളിവിടെ കാഴ്ചവെച്ചിട്ടുള്ളത്. റോഡ് നവീകരണം, ഇങ്ങനെ അത്തരം ഒരു അടിസ്ഥാന പ്രശ്നങ്ങൾക്കപ്പുറത്തേക്ക് സാമൂഹികമായിട്ട് കടന്നു ചെല്ലാനായിട്ട് പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമുക്കിവിടെ പൊതുസ്ഥാപനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഇടപ്പള്ളി ഫാമിലി ഹെൽത്ത് സെൻ്ററാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലാണെങ്കിൽ കൂടിയും 37ാം ഡിവിഷനാണ്, ഇന്നാണ് 30ാം ഡിവിഷൻ ആയിരിക്കുന്നത്. ആ ഡിവിഷൻ്റെ ഭാഗമായിട്ടുള്ള ഇടപ്പള്ളി ഫാമിലി ഹെൽത്ത് സെൻ്റർ എന്ന് പറയുന്നത് ഇടപ്പള്ളിക്കാർക്ക് മാത്രമല്ല എല്ലാവരും വന്നു ചേരുന്ന ഒരു ഇടം കൂടിയാണ്. അവിടെ നല്ല രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മളുടെ ഡിവിഷനിൽ ഉണ്ടായിരുന്നതാണ് ഇടപ്പള്ളി ഗവൺമെൻറ് UP സ്കൂൾ എന്ന് പറയുന്നത്. സാധാരണക്കാരായി പഠിക്കുന്ന കുട്ടികളുള്ള സ്കൂളാണ്. അതിന് നല്ല രീതിയിലുള്ള ഒരു ഹാളും ഓഡിറ്റോറിയവും ഉണ്ടാക്കാൻ സാധിച്ചു. പിന്നെ നമ്മളുടെ ഡിവിഷനിലുള്ളത് ADS ഹാള്, അതുപോലെ തന്നെ ഒരു അംഗൻവാടി ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഹോമിയോ ഡിസ്പെൻസറി ഉണ്ട്. ഇതെല്ലാം നവീകരിക്കാൻ സാധിച്ചു. നമ്മളുടെ ഡിവിഷനിലാണ് ഇടപ്പള്ളി രാഘവൻ പിള്ള പാർക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ പേരിൽ അറിയപ്പെടുന്ന പാർക്ക് നവീകരണത്തിൻ്റെ പ്രോസസ്സിങ്ങിലാണ്. GCD ആണ് ചെയ്യാമെന്ന് ഏറ്റിരുന്നത്. പക്ഷേ ഈ ഇലക്ഷനും അതെല്ലാം വന്നതുകൊണ്ട് നമുക്കത് സാധിച്ചിട്ടില്ല തുടങ്ങി. തീർച്ചയായിട്ടും അതും അടുത്ത് തന്നെ അതിൻ്റെ എല്ലാ പൂർത്തീകരണവും തീർത്ത് ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ഒരു പാർക്കായി തന്നെ മുന്നോട്ട് പോകും. വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് കൗൺസിലർ ദീപ വർമ്മ അടുത്ത ടൈമിനെല്ലാം തന്നെ സമീപിക്കുന്നത്. വലിയ രീതിയിലുള്ള പദ്ധതികളൊപ്പം തന്നെ നടപ്പാക്കി എന്നതെല്ലാം തന്നെ പറയുമ്പോൾ തന്നെ ചെറിയ വിമർശനങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ വരും. നമുക്ക് മറ്റുള്ളവരോടും അതിൻ്റെ വിശദാംശങ്ങൾ ചോദിക്കാം. ഒരു വിമർശനം മറ്റുള്ളവരിൽ നിന്നെല്ലാം വരുമ്പോൾ മാലിന്യ നിർമ്മാർജ്ജനം അടക്കമുള്ള ഒരു കാര്യങ്ങളിലെല്ലാം തന്നെ വരുന്നുണ്ട്. അതിനു മുമ്പ് ഈ നവീകരണം, റോഡ് അടക്കമുള്ള കാര്യങ്ങളുടെ ഒരു നവീകരണ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഈ കഴിഞ്ഞ ടൈമുകളിലൊന്നും അത് വലിയ കാര്യമില്ലാതിരുന്നു. ഈ അവസാന ടൈമുകളിലേക്ക് വരുമ്പോഴാണ് അതിൻ്റെ ഒരു നവീകരണം നടന്നതെന്നെല്ലാം തന്നെ പറയുന്നത്. കൗൺസിലർക്ക് എന്തെങ്കിലും പറയാനുണ്ടോ അതിൽ? ഞാൻ പറഞ്ഞല്ലോ, ആദ്യം നമ്മൾ കൊറോണ എന്ന മഹാമാരിയുടെ പിടിയിലായിരുന്നു ആ 2 വർഷം എന്ന് പറയുന്നത്. ആ ഒരു കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് ഫയൽ തന്നെ എല്ലാം ചെയ്യാൻ സാധിച്ചത്. അതിൻ്റെ ആ ഒരു പീരീഡ് എന്തായാലും ഫയൽ പ്രോസസ്സിങ് അത്രയേ ഉള്ളൂ. അല്ലാതെ ഇലക്ഷൻ മുന്നിൽ കണ്ട് ചെയ്ത ഒരു വർക്കുകളല്ല.
ശരിക്കും പറഞ്ഞാൽ ഈ വികസന പ്രവർത്തനങ്ങൾ വളരെ ഭംഗിയായിട്ട് കേരള ഗവൺമെൻറ് നിശ്ചയദാർഢ്യത്തോടുകൂടി നടത്തിയിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും മുൻകൈ എടുത്ത് പ്രവർത്തിക്കാനായിട്ട് കൊച്ചിൻ കോർപ്പറേഷനും ഞങ്ങളുടെ ഡിവിഷൻ കൗൺസിലർ ദീപാവർമ്മയ്ക്കും കഴിഞ്ഞിട്ടുണ്ട്. നിരവധി എല്ലാം തൊട്ട് നോക്കിയാൽ നമുക്ക് കഴിയണം. ഈ നമ്മുടെ ഡിവിഷനിലെ പല ഭാഗങ്ങളും കൂടി സഞ്ചരിച്ചാൽ റോഡുകളുടെ വികസനം നിരവധി മിക്കവാറും എല്ലാ റോഡുകളും തന്നെ നന്നാക്കി കഴിഞ്ഞു. അപൂർവം കൗൺസിലർ പറഞ്ഞതുപോലെ അപൂർവം ചില റോഡുകളുണ്ട്, അതിന് നമുക്ക് സമയം കിട്ടിയില്ല എന്നുള്ളതാണ് സത്യത്തിൽ. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദീപാവർമ്മ ചാർജ് എടുക്കുന്നത് കോവിഡ് സമയത്താണ്. ഏകദേശം 2 വർഷത്തോളം വർക്കുകളൊക്കെ സ്തംഭിച്ച് നിൽക്കുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ 5 വർഷത്തിൽ 2 വർഷം അങ്ങ് പോയി. ബാക്കിയുള്ള സമയത്താണ് നമ്മൾ ചെയ്യാൻ തുടങ്ങിയത്. ആരോഗ്യ പ്രവർത്തനങ്ങൾ അതിനാണ്. അതെ. ആ സമയത്ത് എന്താ ചെയ്തത്? ജനങ്ങളുടെ ആരോഗ്യവും മരണസംഖ്യ എങ്ങനെ കുറയ്ക്കാം, എങ്ങനെ കോവിഡ് വാക്സിനേഷൻ ആളുകളിൽ എത്തിക്കാം, ഭക്ഷണം എത്തിക്കാം, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഭംഗിയായിട്ട് ദീപാവർമ്മ ചെയ്തു. വിമർശനത്തിന് വേണ്ടി വിമർശനം പറയുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. അത്ര ഭംഗിയായിട്ട് നടത്തുന്നൊരു പ്രക്രിയയെ വേറൊന്നും പറഞ്ഞ് പ്രകടിപ്പിക്കാൻ അവർക്ക് പറ്റാത്തതുകൊണ്ട് എന്തെങ്കിലും കൗൺസിലറുടെ നേരെ വയ്ക്കേണ്ട ആരോപണം എന്നുള്ള നിലയിലാണ് ഈ വിമർശനത്തെ കാണുന്നതും ഇവിടുത്തെ എല്ലാ വോട്ടർമാരിൽ നിന്നും കാണുന്നത്. അതിൻ്റെ വളരെ ഒരു അനുഭവം ഞങ്ങൾക്കുണ്ട്. ഓരോ വീടുകളിലേക്കും കയറി ചെല്ലുമ്പോൾ 5 വർഷത്തെ പ്രവർത്തനത്തിന് ശേഷം വീടുകളിൽ ചെല്ലുമ്പോൾ സാധാരണ ആളുകൾക്ക് പരാതികളുടെ കൂമ്പാരമായിരിക്കും മുന്നോട്ട് വയ്ക്കാനുണ്ടായിരിക്കുക. ഇവിടെ നമുക്ക് നേരെ ഇപ്പോൾ ഒരു 5-8 ദിവസമായിട്ട് ഞങ്ങൾ എല്ലാ വീടുകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരിൽ നിന്നും കിട്ടുന്നത് വളരെ അനുഭവം. ചെല്ലുമ്പോൾ തന്നെ ദീപം ഒന്നും പറയണ്ട, ഞങ്ങൾക്കറിയാം 5 കൊല്ലത്തെ പ്രവർത്തനം. ഈ കാണുന്നതിൻ്റെ ഈ വാർഡ് ഇങ്ങനെ ആക്കിയതിൻ്റെ ഉത്തരവാദിത്വം മുൻപന്തിയിൽ നിന്ന് ദീപയുടെ പ്രവർത്തനമല്ലേ? രാഷ്ട്രീയം മാത്രമാണോ ഇത്തരം ഒരു കാര്യങ്ങൾ? രാഷ്ട്രീയം മാത്രമല്ല, അതായത് നമ്മുടെ കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഈ എടപ്പള്ളി 34 ഡിവിഷനിൽ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വളരെയധികം സ്തുത്യർഹമായ കാര്യമാണ്. അതിന് മാത്രം വർക്ക് ദീപ ചെയ്തിട്ടുണ്ട്. ദീപ നമ്മുടെ കൗൺസിലർ എന്ന് പറഞ്ഞാൽ ഈ എടപ്പള്ളി നാട്ടിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. പിന്നെ താമസിച്ചു പോയി എന്നുണ്ട് ആളുകൾ പറയുന്നുണ്ടല്ലോ. താമസിച്ചു പോയെന്ന് പറയുന്നതൊന്നും യാതൊരു അർത്ഥമില്ല. കാരണം വർക്ക് ശരിയായിട്ട് വരാനും അത് കോൺട്രാക്ട് കൊടുക്കാനും അത് എല്ലാം നേരെയാക്കി കൊണ്ടുവരണമെങ്കിൽ ഇത്ര സമയമെടുക്കും. ആ സമയക്കുറവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലാണ്ട് യാതൊരു വിധത്തിലുള്ള പെട്ടെന്ന് തീരുമാനം ഉണ്ടാക്കി റോഡിൽ നന്നാക്കാനും വോട്ട് കിട്ടാൻ വേണ്ടി ചെയ്താന്നുള്ള ആ ധാരണ ഒന്നും ഇല്ല. അത് ശരിയല്ല അങ്ങനെ പറയണത്. പിന്നെ നമ്മുടെ എതിരാളികൾ ചിലപ്പോൾ പറയുമായിരിക്കും, പക്ഷെ ആ പറഞ്ഞതിൽ യാതൊരു അർത്ഥമില്ല. എന്നാലും ഏറ്റവും നന്നായിട്ട് നമുക്ക് വേണ്ടി ഈ ഡിവിഷനിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ദീപവർമ്മ. ആ ദീപവർമ്മനെ അടുത്ത ഇതിലേക്കും ജയിച്ചു വരണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. ഏറ്റവും മോശമായി കാണുന്ന ഡിവിഷനാണിത്. ദീപ ഇതിലെ വർക്കുകളൊക്കെ ആയത് സമത്വസുന്ദര ഡിവിഷൻ എന്നുള്ളതാണ് എല്ലാവരും കൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും സ്ത്രീകൾക്ക് പ്രത്യേക പരിഗണനയുണ്ട് കേട്ടോ. നമ്മളെന്ത് പറഞ്ഞാലും നല്ലൊരു ചെറു പുഞ്ചിരിയാണ് ഉള്ളത്. എല്ലാം സാധിച്ചൊക്കെ തരും. ഞങ്ങൾക്കിപ്പോൾ ഇത്തവണ ദീപം നിൽക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ജയിച്ചു വരട്ടെ. എല്ലാ പദ്ധതി അതല്ലെങ്കിൽ ഇനി നടപ്പാക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഇനി ഒരു ടൈം കൂടി കിട്ടിയാൽ ഉറപ്പായും ഞാനിവിടെ എത്തിക്കാം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആലോചിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും നമ്മൾ ഈ ഡിവിഷനിലുള്ളതാണ് ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത്. ഇന്ന് ഏറ്റവും അധികം ആളുകൾ വന്നു പോകുന്ന ഒരു സ്ഥലമാണ് ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ. അതിലേക്ക് നമ്മൾ പണ്ട് പൊണേക്കര റോഡിൽ നിന്നൊരു റോഡ് ഉണ്ടായിരുന്നു, നേരെ അതുകൂടിയാണ് നമ്മൾ ഇടപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിരുന്നത്. ഇന്നിപ്പോൾ അതെല്ലാം വളരെ മോശമായി കിടക്കുകയാണ്. പലതവണ റെയിൽവേയോട് നമ്മൾ പറഞ്ഞു അത് ക്ലിയർ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ കോർപ്പറേഷൻ NOC തന്നു കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാവുന്നതേ ഉള്ളൂ. അത് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെയുള്ള ഗതാഗത കുരുക്ക്, ഇപ്പോൾ അമൃതയിലേക്ക് അണ്ടർപാസിലേക്ക് പോകുന്നതിന് അവിടെ എല്ലാ ജവാൻ ക്രോസ് റോഡ് അവിടെ ഭയങ്കര ബ്ലോക്കാണ്. ഒരു രീതിയിലും പോകാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. ഇതൊരു റൗണ്ട് അബൌട്ട് കൊണ്ടുവരുവാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിനൊരു ഗതാഗത കുരുക്കിന് അത്യാഹിതമായി പോകുന്ന അമൃതയിലേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് വരെ ഒരു റൗണ്ട് അബൌട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ആ ഗതാഗത കുരുക്ക് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അതൊരു വലിയ പ്രോജക്റ്റായിട്ട് തന്നെ കൊണ്ടുവരണം എന്ന് തന്നെയാണ് അടുത്തതായിട്ട് ഉദ്ദേശിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. ഈ വാർഡിൽ 30-ാം വാർഡിൽ വലിയ രീതിയിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പദ്ധതികളൊപ്പം തന്നെ നടപ്പാക്കി കഴിഞ്ഞ കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ രീതിയിലൊരു ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഇടത് സ്ഥാനാർത്ഥി ഇപ്പോൾ നിലവിലെ സിറ്റിംഗ് കൗൺസിലർ കൂടിയായ ദീപവർമ്മ മുന്നോട്ട് പോകുന്നത്. മറ്റ് 2 സ്ഥാനാർത്ഥികൾ അവർക്കെന്താണ് പറയാനുള്ളത് എന്നതുകൂടിയാണ് ഇനി അറിയേണ്ടത്. 30-ാം ഡിവിഷനിലെ സ്ഥാനാർത്ഥികൾ, കൊച്ചി കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളുടെ പ്രചരണ പരിപാടികളും അവർക്കൊപ്പമുള്ള യാത്രയുമെല്ലാം തന്നെ തുടരുകയാണ്. UDF സ്ഥാനാർത്ഥി
പി അബ്ദുൾ ലത്തീഫാണ് നമുക്കൊപ്പം ചേരുന്നത്. ഏതായാലും ഈ കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ എല്ലാം തന്നെ വളരെ സജീവമായിട്ട് പങ്കെടുക്കുന്ന ഒരാളാണ് നിങ്ങൾ. എന്താണ് ഇത്തവണത്തെ ഒരു പ്രതീക്ഷയും കാര്യങ്ങളും എല്ലാം? ഇവിടെ നമ്മൾ വീടുകൾ ഇപ്പോൾ ഏകദേശം ഒരു 50% മേളിലായി വീടുകൾ കയറി. ഇപ്പോൾ എല്ലാവരുടെയും ഭൂരിഭാഗം ആളുകളുടെ വിഷയം തന്നെ കുടിവെള്ളവും മഴക്കാലത്ത് വെള്ളക്കെട്ടും തന്നെയാണ്. പിന്നെ ഇവിടെ നമ്മൾ കാണുന്നത് ഏറ്റവും വലിയൊരു അഴിമതി. നമ്മൾ വീടുകളിൽ ചെല്ലുമ്പോൾ പല സ്ഥാപനങ്ങളിൽ നിന്നും പല വീടുകളിൽ നിന്നും ബഹളമുണ്ടാക്കി പൈസ വാങ്ങിയതും ഒക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ. നമ്മൾ രാധാകൃഷ്ണനെ പോലെയുള്ള സത്യസന്ധരായ കൗൺസിലർമാരിരുന്ന ഒരു സ്ഥലത്ത് വേറൊരു പിക്ചറാണ് ഈ പ്രദേശത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് വികസനങ്ങൾ ഇനി വരാനുണ്ട്. എടപ്പള്ളി നാഷണൽ ഹൈവേയിലേക്ക് കണക്ട് ചെയ്യുന്ന ഒരു റോഡുകളും ഒന്നും ചെയ്തിട്ടില്ല. നമ്മൾ ആവശ്യമില്ലാതെ ഈ ലാസ്റ്റ് ഒരു 6 മാസം കൊണ്ട് ചെയ്ത കുറേ വർക്കുകൾ, അത് ആ നാട്ടുകാർക്ക് ആവശ്യമില്ലാത്ത, അവിടെ താമസക്കാർക്ക് ആവശ്യമില്ലാത്ത വർക്കുകളൊക്കെ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആവശ്യമുള്ള പ്രാധാന്യം കൊടുക്കേണ്ട വർക്കുകളൊക്കെ ഒഴിവാക്കി. പിന്നെ വേസ്റ്റ് നിർമ്മാർജ്ജനത്തിൽ നിന്ന് ലഭിക്കുന്ന മാസം ലഭിക്കുന്നു. ഇപ്പോൾ തൊഴിലാളികളെ വെച്ച് പല കൊച്ചിൻ കോർപ്പറേഷനിൽ ഇല്ലാത്ത ഈ വാർഡിൽ പ്രത്യേകതയുണ്ട്. ഒരു സ്വകാര്യ സ്ഥാപനം നടത്തുന്ന പോലെയാണ് ഇവിടെ വേസ്റ്റ് നിർമ്മാർജ്ജനം നടത്തുന്നത്. പുറത്തുള്ള അന്യസംസ്ഥാന തൊഴിലാളികളെ വെച്ച് അവർക്ക് സാലറി കൊടുത്തുണ്ട്. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം, ആ വരുമാനം പോക്കറ്റിലേക്ക് ആക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ UDF അധികാരത്തിൽ കയറിയാൽ തീർച്ചയായിട്ടും അത് നമ്മുടെ റെസിഡൻസ് അസോസിയേഷനുകളുമായി ബന്ധപ്പെട്ട് അത് പാവപ്പെട്ടവർക്ക് മരുന്ന് വാങ്ങാനും അതുപോലെ തന്നെ അവർക്ക് ഉള്ള സഹായത്തിന് ഉപയോഗിക്കാനായിട്ട് ആണ് നമ്മുടെ ആഗ്രഹം. വികസന പദ്ധതികളുടെ വലിയ പ്രതീക്ഷകളും എല്ലാം തന്നെയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഒപ്പം വലിയ ഗുരുതരമായ ആരോപണങ്ങളും ഉന്നയിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് കഴിഞ്ഞ ഒരു 10 വർഷം തുടർച്ചയായ ഒരു കൗൺസിലറായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു അവകാശവാദം എന്നെല്ലാം പറയുന്നത് വളരെ പെട്ടെന്ന് റോഡുകളുടെ നവീകരണം, ഇപ്പോൾ കാണുന്നതെല്ലാം റോഡുകൾ നന്നായി ചെയ്തിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. മാലിന്യ നിർമ്മാർജ്ജനത്തിൽ വളരെയേറെ മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നെല്ലാം പറയുന്നുണ്ട്. എങ്ങനെയാണ് അതിനെല്ലാം കാണുന്നത്? സത്യത്തിൽ ഇപ്പോൾ റോഡുകൾ ടൈലിട്ട് കാണുകളൊക്കെ ഉണ്ടാക്കിയത് അശാസ്ത്രീയമായുള്ള ഒരു ധാരണയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. വെള്ളത്തിൻ്റെ ഒഴുക്കുകൾ എങ്ങോട്ടാണെന്നുള്ള ആ രീതിയൊക്കെ മറികടന്നുകൊണ്ട് അവരുടെ ഇഷ്ടപ്പെട്ട രീതിയിൽ കോൺട്രാക്ടർമാരെ സ്വാധീനിച്ച് അവർ ചെയ്താണ്. നമ്മൾ ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ 10 വർഷമായി തുടർച്ചയായിട്ട് കോർപ്പറേഷൻ ഭരിച്ചിരിക്കുന്ന ഇവർ ഞങ്ങൾ ചോദിച്ചതിന് ഇതുവരെ ഒരു മറുപടി കിട്ടിയിട്ടില്ല. ഇവരെന്ത് ചെയ്തു? കഴിഞ്ഞ 10 വർഷം ഇവരെന്ത് ചെയ്തു? റോഡ് നവീകരിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ ചെറിയ ചെറിയ വല്ല കാര്യങ്ങൾ ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇവിടെ ജനങ്ങളെ പല കാര്യത്തിലും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഇവർ 10 വർഷം ഭരിച്ചിട്ട് ഇവരെന്ത് ചെയ്തു? ഒന്നും ചെയ്തിട്ടില്ല. എന്താ ചെയ്തത്? ഇത് ചോദിച്ചിട്ട് അതിന് മറുപടി ഇതുവരെയും കിട്ടിയിട്ടില്ല. മറുപടിയില്ല. ഞങ്ങൾ കൗൺസിലറോട് സംസാരിച്ചു. പക്ഷേ ഞങ്ങൾ പോണേ വഴി തന്നെ ഇപ്പോൾ തന്നെ വെള്ളക്കെട്ട് മാറിയിട്ടില്ലല്ലോ. ഇവർ ഭയങ്കര മിടുക്കത്തിയാണെന്ന് പറഞ്ഞ് ചെയ്യുന്നുണ്ടല്ലോ റോഡുകൾ. ആ പോണേ വഴിയിൽ ഇതുവരെ വെള്ളക്കെട്ട് മാറിയിട്ടില്ലല്ലോ. അതിൽ ബൈക്കിന് പോലും യാത്ര ചെയ്യാൻ പറ്റില്ല മഴക്കാലത്ത്. പിന്നെ ഈ എടപ്പള്ളി കൊച്ചിൻ കോർപ്പറേഷൻ അഴിമതിയിൽ കുത്തരങ്ങായിമാരില്ലേ, 2 ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യില്ലേ കാശ് മേടിച്ചിട്ട്. അപ്പോൾ സാധാരണക്കാരൻ്റെ ഒരു സർക്കാർ സ്ഥാപനത്ത് സാധാരണക്കാരൻ്റെ നികുതിപ്പണം കൊണ്ട് അവർക്ക് ശമ്പളം കൊടുക്കുന്നത്. അവിടെ തന്നെ അഴിമതി കാണിച്ചു. എത്രയും സ്ഥലത്ത് അഴിമതി കാണിച്ചു. അപ്പോൾ ഈ അഴിമതി കാണിച്ച് ഇവർ ഇതിൻ്റെ പുറയിലുണ്ടാവും. കാണിച്ച് ഇവർക്ക് ഫണ്ടിന് വേണ്ടി അയക്കാം. ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മൾ 15 ലക്ഷം രൂപ, ഒരു 2 ലക്ഷം രൂപ വെച്ചൊരു മറ്റേ ബൈക്കിൽ നിന്ന് ഒരു ഉദ്യോഗസ്ഥരെ പിടിച്ചു. ആ ഉദ്യോഗസ്ഥർ പറഞ്ഞതാണ്, ഞാൻ ചെറിയൊരു മീനൻ, പുറകിൽ വേറെ കുറേ ആൾക്കാർ മേടിച്ചിട്ടുണ്ട്. കൗൺസിൽ കുറ്റം അത് ഇതിനും ഒരു ഭാഗമാണല്ലോ. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വെള്ളക്കെട്ട് വ്യക്തമായിട്ട് പറയുന്നു. പിന്നെ എല്ലാ സ്ഥലത്തും കുടിവെള്ളം എത്തിയിട്ടില്ല. ഇപ്പം നമ്മുടെ ആ മറ്റേ വടക്കങ്ങാട് എല്ലാ സ്ഥലത്തും പോകണ ചെറിയ മറ്റേ റോഡിലോട്ട് ഇപ്പോഴും കാണാൻ പറഞ്ഞിട്ടില്ല. അവിടെ വെള്ളക്കെട്ടാണ്. അവർ വ്യക്തമായിട്ട് ഞങ്ങളെ കൗൺസിലർ മത്സരിക്കുന്ന ലത്തീഫിനെ വിളിച്ച് കാണിച്ചു കൊടുത്തു. മുൻ കൗൺസിലറായിരുന്നു പലവട്ടം. എങ്ങനെയാണ് നമ്മൾ കൗൺസിലറായിരുന്ന കാലത്ത് വെള്ളക്കെട്ട് പറഞ്ഞ പോലെ വെള്ളക്കെട്ട് മാറ്റാനും അങ്ങനെയുള്ളൊരു ശാശ്വതമായ പരിഹാരങ്ങളെ പറ്റിയാണ് ആലോചിച്ചിരുന്നത്. ഇപ്പോഴത്തെ കൗൺസിലർ അങ്ങനെയല്ല ചെയ്തിരിക്കുന്നത്. അയാൾ ഈ ഇലക്ഷൻ അടുക്കുമ്പോൾ കിറ്റ് കൊടുക്കുന്ന പോലൊരു സംവിധാനം ചെറിയ ചെറിയ വഴികളിൽ ടൈല് മാത്രം ഇട്ടുകൊണ്ട്, അല്ലെങ്കിൽ നിലവിൽ ടാറിങ്ങായി കടന്നിരുന്ന വഴികൾ കുത്തിയിളക്കി, അതെല്ലാം വിനായകനഗർ, പാലക്കപ്പറമ്പ്, HMC റോഡ് എല്ലാം ടാറ് കുത്തിയിളക്കി മാറ്റിയാണ് ഇപ്പോൾ ടൈലിട്ട് ഒരു പൊടിയിടൽ പോലെ നടത്തുന്നത്. പിന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തെ പറ്റി പറഞ്ഞാൽ വീടുകളിൽ നിന്ന് 180 രൂപ കൊടുക്കുന്നവരുടെ മാലിന്യം അല്ലാതെ റോഡിൽ കൂടിക്കിടക്കുന്ന ഒരു മാലിന്യം എടുക്കാനും ഇവർ ആരും മെനക്കെട്ടിട്ടില്ല. അത് നമ്മുടെ റോഡുകൾ നോക്കി അറിയാം. സമ്പൂർണ്ണ ശുചിത്വം നഗരത്തിൽ പല സ്ഥലത്തും ബോർഡ് വെച്ചിട്ടുണ്ട്. ഒരു ശുചിത്വമായിട്ടില്ല. എല്ലാം നമ്മുടെ പഴയ പോലെ കിടക്കുന്നു.
അവർക്ക് കാശ് കിട്ടാനുള്ള ഒരു മാർഗം എന്നുള്ള നിലയിൽ 2-3-4 തൊഴിലാളികളെ വച്ച് വീടുകളിൽ നിന്ന് കാശ് പിരിക്കുന്നത് മാത്രമാണ് മാലിന്യ നിർമ്മാർജ്ജനം എന്ന് ഉദ്ദേശിക്കുന്നത്. പിന്നെ മറ്റു കാര്യങ്ങളിൽ ഈ പറയുന്ന പോലെ പല പല കാര്യങ്ങളിൽ ഇവർ പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യുമെന്ന് മാത്രമേ ഉള്ളൂ. നിർമ്മാർജ്ജനമൊക്കെ പണപ്പിരിവെന്നൊക്കെ എങ്ങനെ പറയാൻ പറ്റും? എല്ലായിടത്തും ഒരേപോലെയൊക്കെ തന്നെയല്ലേ? ഇപ്പം ഇല്ലില്ല ബാക്കി എല്ലായിടത്തും 150 രൂപ കൊച്ചിൻ കോർപ്പറേഷൻ പിരിക്കുമ്പോൾ ഇവിടെ ഒരു ഹീൽ കൊച്ചി എന്നും പറഞ്ഞ ഒരു കടലാ സംഘടന ഉണ്ടാക്കി അതിൻ്റെ പേരിലാണ് പണം പിരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ഈ അത് 150 രൂപയാണ്. ഈ 150 രൂപ കോർപ്പറേഷൻ പിരിക്കാൻ പാടുള്ളൂ. ഇതിനകത്ത് ഏറ്റവും രസം എന്ന് വെച്ചാൽ വീടുകളിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം എടുത്തുകൊണ്ട് വന്നിട്ട് ഈ മറ്റേ നാഷണൽ ഹൈവേയുടെ പാലത്തിൻ്റെ അടിയിൽ പോയി നോക്കിയാൽ കാണാം, അവിടെ കുഴിച്ചു മൂടനാണ്. അവിടെ ഒരുപാട് ലോഡ് കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം അവിടെയുണ്ട്. ഈ മാലിന്യം എടുക്കുന്ന ഒരാൾക്ക് ശമ്പളം കൊടുക്കാതെ അയാളെ തിക്കി പുറത്താക്കാൻ നോക്കി അയാൾ അവസാനം സൂയിസൈഡ് ചെയ്ത് പവിത്രൻ എന്ന് പറഞ്ഞുള്ള മനുഷ്യൻ അതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പരാതി കൊടുത്തിട്ട് ഒരു അന്വേഷണം ഒന്നുമില്ല. കാരണം അയാൾ സൂയിസൈഡ് ചെയ്യാൻ കാരണം അയാളെ പല വീടുകളിൽ നിന്ന് എടുത്തുകൊണ്ടിരുന്നത് കട്ട് ചെയ്ത് അയാൾക്ക് കിട്ടുന്ന സാമ്പത്തികം കുറച്ച് കൊണ്ടുവന്ന് അയാളെ പുറത്താക്കാനാണ് നോക്കിയത്. മലയാളികളെ മാറ്റാണ്. എന്നിട്ട് ഈ വരുന്ന അന്യ തൊഴിലാളികളെ കൊണ്ടുവന്ന് മലയാളികൾ എടുക്കുമ്പോഴേക്കും 150 രൂപ പിരിച്ചാൽ 130 രൂപ അവർക്ക് കൊടുക്കണം, 180 രൂപ പിരിച്ചാൽ അവർക്ക് 160 രൂപ കൊടുക്കണം, 20 രൂപ സർവീസ് ചാർജ് ഇട്ടുള്ളൂ. അപ്പോൾ ഈ മലയാളികളെ പതിയെ അതിൽ നിന്ന് ഒഴിവാക്കി ഇയാൾക്ക് ഒരു വരുമാനം ഇല്ലാതെ ഇയാളുടെ അവസ്ഥയിലാക്കി ഈ വാർഡിൽ തന്നെ അയാൾ ഈ വേസ്റ്റ് വണ്ടി കൊണ്ടുവന്ന അരിയത്ത് വെച്ചിട്ട് സൂയിസൈഡിൻ്റെ അവസ്ഥ വന്നു. എന്താണ് ഒറ്റ വാക്കിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അപരാധതകൾ എന്ന് തോന്നുന്ന കാര്യങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നത് തന്നെയാണ് അത് പുതിയതായ പദ്ധതികളിലേക്ക് പുതിയതായ പദ്ധതികളും ഇപ്പം നമുക്ക് ഇവിടെ അശാസ്ത്രീയമായിട്ട് രീതിയിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പഴയ നാഷണൽ ഹൈവേ ഇപ്പോൾ PWD റോഡ് അവിടെ നിന്ന് വീഴണ വെള്ളം ശരിക്കും പറഞ്ഞാൽ എടപ്പള്ളി തോട്ടിലേക്ക് ഒഴുകേണ്ട വെള്ളം നേരെ തിരിച്ച് ഈ വാർഡിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്, ഡിവിഷൻ്റെ ഉള്ളിലേക്ക് പോയി അവിടെ വെള്ളക്കെട്ട് ഉണ്ടാക്കണേ. അപ്പോൾ ശാസ്ത്രീയമായ രീതിയിൽ അപ്പോൾ ഒരു കൗൺസിലറെ കൊണ്ട് മാത്രമല്ല ഇവിടെ MLA MPയുടെ ഒക്കെ സഹായം നമുക്ക് അതിൻ്റെ അകത്ത് ആവശ്യമുണ്ട്. അത് നമ്മൾ ആവശ്യപ്പെടും. ഒരുപാട് ഫണ്ട് നമുക്ക് കിട്ടാനുള്ള മാർഗ്ഗങ്ങളുണ്ട്. എല്ലാവരും ഇത് വിനിയോഗിക്കാം. ഞാൻ 35 വർഷമായിട്ട് ഇവിടെ പൊതുപ്രവർത്തകനാണ്. എനിക്ക് ഇവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ അറിയാം, അവരുടെ കൂടെ തന്നെയുണ്ട്. ഏതായാലും അദ്ദേഹം സ്ഥാനാർത്ഥി വാർഡ് 30-ാം വാർഡിൻ്റെ സ്ഥാനാർത്ഥി പേര് ലത്തീഫ വിശദീകരിക്കുന്നു. ഇതിൽ നിരവധിയായ ആക്ഷേപങ്ങളും ആരോപണങ്ങളും എല്ലാം തന്നെ അദ്ദേഹം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. വലിയ രീതിയിലേക്ക് വികസന പദ്ധതികൾ അവതരിപ്പിച്ചുകൊണ്ട് ദേശീയപാതയുടെ ഭാഗമായിരുന്ന ഒരു പ്രദേശം അതിൻ്റെ സാധ്യതകൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്ന് തന്നെയാണ് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. മുപ്പതാം ഡിവിഷനിലെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് കൊച്ചി കോർപ്പറേഷനിലെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒപ്പം തന്നെ അവർ പറയുന്നത് എന്തൊക്കെയാണ് എന്നതെല്ലാം തന്നെ കേട്ടുകൊണ്ടുമാണ് നമ്മൾ പോകുന്നത്. നമ്മൾ എത്തി നിൽക്കുന്നത് 30-ാം ഡിവിഷനിലെ NDA സ്ഥാനാർത്ഥി ശ്രീ നന്ദകുമാറിൻ്റെ പ്രചരണ പരിപാടികളുമായി ബന്ധപ്പെട്ടാണ്. ഏതായാലും ഈ തിരക്കുകൾക്കിടയിലും എന്താണ് തങ്ങൾക്ക് പറയാനുള്ളത്, മുന്നോട്ട് വയ്ക്കാനുള്ള ആശയങ്ങൾ എന്നതാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത്. നന്ദകുമാർ, എന്താണ് കൊച്ചി കോർപ്പറേഷനിൽ എന്തുകൊണ്ട് NDA സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നു? തീർച്ചയായിട്ടും എനിക്ക് വളരെ അഭിമാനമുണ്ട്. എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയിക്കുന്ന ഒരു NDA ആ NDAയുടെ മുന്നണിയുടെ ഭാഗമായിട്ട് പ്രതിനിധാനം ചെയ്യാൻ പറ്റുന്നതിന് വളരെ ഭാഗ്യമാണ്. പ്രത്യേകിച്ച് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന വികസന ആശയങ്ങൾ മറ്റൊരു ആശയങ്ങളും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നില്ല. ഈ രാജ്യത്തിൻ്റെ സംസ്ഥാനത്തിൻ്റെ നമ്മുടെ ഈ കൊച്ചിയുടെ വികസനമാണ്, സമ്പൂർണ്ണ വികസനമാണ്. അതിന് നിരവധി പദ്ധതികൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അമൃത് പദ്ധതിയുണ്ട്, കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡ് പദ്ധതിയുണ്ട്. ഈ പദ്ധതികളിൽ നഗരത്തിൻ്റെ സമ്പൂർണ്ണ വികസനമാണ്. പ്രത്യേകിച്ച് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം 100 സ്മാർട്ട് സിറ്റി പദ്ധതികളൊന്നാണ് കൊച്ചി. കേരളത്തിലെ കൊച്ചിയും തിരുവനന്തപുരം മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ കൊച്ചിയുടെ സമഗ്ര വികസനം അദ്ദേഹം ലക്ഷ്യമാക്കിക്കൊണ്ട് 500 കോടി രൂപ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞു. അതുമാത്രമല്ല, ഈ കൊച്ചിയുടെ ഈ നമുക്കറിയാം വെള്ളക്കെട്ട് കൊണ്ടും കൊതുകിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടും രൂക്ഷമായ ഈ പ്രശ്നങ്ങൾ കൊണ്ടും നമ്മൾ ബുദ്ധിമുട്ടുകയാണ്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് മാറ്റാനായിട്ട് എക്സ്പേർട്ട് കമ്മിറ്റി വെച്ചുകൊണ്ട്, അതാണ് രാജീവ് ചന്ദ്രശേഖർജി ഒരിക്കൽ നമ്മുടെ ഒരു കോഫി വിത്ത് രാജീവ് RC എന്ന് പറഞ്ഞപ്പോൾ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി, നമുക്കൊരു ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കണം. ഈ കൊച്ചിക്കൊരു ബ്ലൂ പ്രിൻ്റ് വേണം.
എക്സ്പെർട്ട് കമ്മിറ്റി അതുണ്ടാക്കണം. അത് ആർക്കാണോ ചെയ്യാൻ പറ്റുക അവർക്ക് നമ്മൾ വോട്ട് ചെയ്യണം എന്നാണ് അദ്ദേഹം ബോൾഡായിട്ടാണ് പറഞ്ഞു. ഒരു രാഷ്ട്രീയക്കാരനും അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞു, ഇങ്ങനെയാണ് നമുക്ക് എങ്ങനെ ചെയ്യണം, ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കണം, അതിന് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ നീരൊഴുക്ക് ഒരു എക്സ്പെർട്ട് കമ്മിറ്റി വെച്ച് എങ്ങനെയാണ് വെള്ളക്കെട്ട് പൂർണ്ണമായും ഇല്ലാതെയാക്കുക. എറണാകുളത്തും അത് ഭയങ്കര പ്രശ്നം, പ്രത്യേകിച്ച് എടപ്പള്ളിയിൽ 30ാമത്തെ വാർഡിൽ എന്നൊക്കെ പറഞ്ഞാൽ വെള്ളക്കെട്ട് വളരെ രൂക്ഷമാണ്. അപ്പോൾ അത് മാത്രമല്ല അശാസ്ത്രീയമായ രീതിയിലാണ് ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ റോഡുകളൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. അതൊന്നും ഒരിക്കലും നമുക്ക് എഫക്റ്റീവ് അല്ല. നമുക്ക് തൽക്കാലത്തേക്ക് റോഡിൻ്റെ ഒരു കോൺട്രാക്ടർ മാത്രം വിചാരിച്ചാൽ അത് ശരിയാവില്ല. തീർച്ചയായിട്ടും ഒരു എക്സ്പേർട്ടായിട്ടുള്ള ആളുകൾ റൈറ്റ് ഫ്രം ബിഗിനിങ് ടു അതിൻ്റെ എവിടെയാണോ നീരൊഴുക്ക് കൃത്യമായിട്ട് സാധ്യമാവുക അവിടം വരെ നമുക്ക് ഒരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൊച്ചി നഗരത്തിൻ്റെ പ്രശ്നങ്ങൾ മാറുള്ളൂ. എന്തായാലും നന്ദകുമാർ സ്ഥാനാർത്ഥി തൻ്റെ ഒരു കാഴ്ചപ്പാട്, വികസന സമിതിയായ കാഴ്ചപ്പാട്, ഇനി നടപ്പാക്കേണ്ട പദ്ധതികൾ എന്തൊക്കെ എന്നതെല്ലാം തന്നെ സംബന്ധിച്ച് വിശദീകരിക്കുന്നു. പ്രത്യേകിച്ച് കൊച്ചി കോർപ്പറേഷൻ മേഖലയിൽ നടപ്പാക്കിയ പദ്ധതികളിൽ പലതിലും തന്നെയും കേന്ദ്ര സർക്കാരിൻ്റെ കയ്യൊപ്പ് കൂടി ഉണ്ട് എന്ന് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളെങ്ങനെ കാണുന്നു ഈ കഴിഞ്ഞ കൗൺസിലിനെയും കൗൺസിലറേയും എല്ലാം എങ്ങനെ വരും? അതിൽ കൗൺസിലറുടെ ജോലി എന്ന് പറഞ്ഞാൽ ഈ 5 വർഷമാണ് ഭരണം. ഈ 5 വർഷത്തിൽ 4.5 വർഷം ഭരിച്ച് അല്ലെങ്കിൽ അവസാന ലാപ്പിൽ 1.5 മാസം ഉള്ളപ്പോൾ റോഡിൽ ടൈലിട്ടോ അല്ലെങ്കിൽ കാണാവെടുത്തോ സ്ലാബ് ഇട്ടോ ഇതൊന്നും അല്ല വികസനം എന്ന് പറയുന്നത്. 5 വർഷത്തെ വികസനങ്ങളിലെ പ്രാരംഭ രേഖകൾ കൊടുത്ത് അത് കോർപ്പറേഷനിൽ ഇത് നടപ്പാക്കി കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ളൊരു കൗൺസിലറുടെ ഏറ്റവും വലിയത്. അതിവിടെ നടന്നിട്ടില്ല. അത് ഞങ്ങളിവിടെ ഇപ്പോൾ ഇതിനു വേണ്ടി ഞങ്ങൾ ഓരോ ആളുകളെയും കാണാൻ പോകുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ പോസിറ്റിവിറ്റി മനസ്സിലാവുന്നുണ്ട്. വിശ്വാസം പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവരും തന്നെ വലിയ പ്രചാരണ പരിപാടികളുമായിട്ടെല്ലാം തന്നെ പോകുന്നുണ്ട്. സ്ത്രീകളുടെ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ കൂട്ടിച്ചേർക്കാനുണ്ടോ? ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് പ്രയോറിറ്റി കൊടുത്തു പോകുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ BJP. വേറൊരു പാർട്ടിക്കും അത് അങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല. പിന്നെ നമ്മളുടെ ഇപ്പോഴത്തെ എന്താ പറയുക, നമ്മുടെ സംസ്കാരം, നമ്മുടെ പൈതൃകം എല്ലാം വല്ലാത്തൊരവസ്ഥയിലേക്ക് പോകുന്നൊരു രീതിയാണ്. കാരണം കഴിഞ്ഞ ഒരു 2 വർഷമായി ഇവിടെ ഒരു പ്രശ്നം നടന്നിട്ട് നമ്മുടെ ഇവിടുത്തെ കൗൺസിലർ ദീപാവർമ്മ നമ്മളുടെ ഇവിടെ ഒരു കുടുംബക്ഷേത്രം പൊളിക്കുകയുണ്ടായി. അത് മീഡിയയിലൊക്കെ വന്നതാണ്, വളരെ വിഷയമായതാണ്. അത് ഇപ്പോൾ അവരുടെ അധികാര പരിധിയിൽ തേച്ച് മാച്ച് കളഞ്ഞ് ഇപ്പോൾ നിൽക്കുകയാണ്. ഇപ്പോൾ കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. അല്ലാതെ ഒരു വിശ്വാസത്തെ ഖനിക്കുന്ന രീതിയിലാണ് ഇവിടെയുള്ള പ്രവർത്തനങ്ങൾ. പദ്ധതികൾ കൂടുതലായിട്ട് വരണം എന്ന് തന്നെയാണോ? അതിൻ്റെ ഒരു ഗുണം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതികൾ ഇവിടെയുള്ളൂ, അങ്ങനെയാണോ ഒരു വിശ്വാസം? അതല്ല, കേരളത്തെ സംബന്ധിച്ച് നമ്മുടെ കൊച്ചി എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. ഇതിൽ വ്യക്തമായ ഒരു വിഷനോടുകൂടി വളരെയധികം കേന്ദ്ര പദ്ധതികൾ നമുക്കിവിടെ തരാൻ തയ്യാറാണ് കേന്ദ്ര ഗവൺമെൻറ്. അത് ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധിയോ വേണം. അപ്പോൾ ഞങ്ങൾ നന്ദകുമാറിൽ കാണുന്നത് അതാണ്. അദ്ദേഹത്തിന് ഇത് കുറേ അദ്ദേഹത്തിന് തന്നെ ഒരു പ്ലാൻ ഉണ്ട്. പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു പിന്തുണയോടുകൂടി ഇവിടെ കുറച്ച് പ്രധാനപ്പെട്ട കുറേ പദ്ധതികൾ, ഈ വികസനത്തിന് വേണ്ടി വോട്ട് ചോദിക്കുന്നത്, വികസനത്തിന് വേണ്ടി വ്യക്തമായ പ്ലാനോടുകൂടി വോട്ട് ചോദിക്കുന്നത് ഒരേ ഒരു പാർട്ടി BJP ആണ്. അപ്പോൾ അതുകൊണ്ട് ആ കേന്ദ്ര സർക്കാരിൻ്റെ വികസന പദ്ധതികൾ ഇവിടെ നടപ്പാക്കണമെങ്കിൽ കൊച്ചി പോലൊരു സ്ഥലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്മാർട്ട് സിറ്റിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സ്ഥലമാണ് കൊച്ചി. ആ സ്ഥലത്തിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു വികസനം വരണമെങ്കിൽ NDAയുടെ പ്രതിനിധികൾ ഇവിടെ ഉണ്ടാവണം. അല്ലാതെ ഈ 4 വർഷം കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം വന്ന് കുറേ ഗിമിക്ക് അണിച്ച് പോവുക എന്നുള്ളതല്ല ഒരു കൗൺസിലറുടെ. 5 വർഷമായിട്ട് ഇവിടെ നടക്കുന്നത് ഇങ്ങനെയാണ്. 4 വർഷം ഇവർ അനങ്ങിയില്ല, ഉറങ്ങിക്കിടക്കുകയായിരുന്നു. എന്നിട്ടിപ്പോൾ 4.5 വർഷം കഴിഞ്ഞപ്പോഴാണ് അവർ റോഡും കാനയും എല്ലാം കൂടെ എടുത്തിട്ട് പണിയിടണ്ട്. എല്ലായിടത്തും നല്ല റോഡും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. റോഡിൽ ടൈല് പതിക്കുകയും ഒക്കെ ചെയ്തു. ഒരു ഉത്തമ ഉദാഹരണം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഈ റോഡിൽ ഈ ബോർഡ് വെച്ചിരിക്കുന്ന തല തിരിച്ചാണ്. അത് ശ്രദ്ധിച്ചറിയാം. അത് നമ്മൾ വേഗതയിൽ ചെയ്യുന്നത് കൊണ്ടാണ് കാര്യങ്ങൾ മനസ്സിലാക്കില്ല. അടിസ്ഥാനപരമായിട്ട് ചിന്തിച്ച് ചെയ്യാത്തതിൻ്റെയാണ്. ഇപ്പോൾ ബോർഡ് വരെ തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. ഉദയംപത്തി ലൈൻ എന്ന് പറഞ്ഞ് തിരിച്ചാണ് വെച്ചിരിക്കുന്നത്. അതുപോലും മാറ്റി വെക്കണം എന്നുള്ള ചിന്താഗതി പോലുമില്ല. അപ്പോൾ തികച്ചും അശാസ്ത്രീയമായ രീതിയിലാണ് ഇവിടെ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ഒരു 3 മാസം 4 മാസമായിട്ട് മാത്രം കാര്യങ്ങൾ എടുത്ത് ചെയ്യുക, എന്നിട്ട് ഫ്ലെക്സ് ഔട്ട് ചെയ്യുക. അതെ, ഇപ്പം ഞാനിവിടുത്തെ ഏരിയ പ്രസിഡൻ്റാണ്. ഞാൻ നിൽക്കുമ്പോൾ ഈ നന്ദിച്ചേട്ടൻ ഇവിടെ സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതിന് എനിക്ക് നല്ല അഭിമാനമുണ്ട്. ഒരു റോഡ് തന്നെ രണ്ട് തവണ പണിയേണ്ട കാഴ്ച ഞാൻ ഈ വഴിയിൽ കാണുന്നുണ്ട്. അപ്പം അത് തന്നെ മെയിൻ ഒരു കാരണങ്ങളാണ്.
പിന്നെ ഇവിടെ ഈ ഏരിയയിൽ വാടകക്കാരെയൊന്നും അവരത്ര പരിഗണിക്കുന്നില്ല. അപ്പം നമ്മളിപ്പോൾ നമ്മുടെ ഒരു സ്ഥാനാർത്ഥി വന്ന് നമ്മുടെ ഇത് ജയിച്ചു, നമുക്ക് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാം, പിന്നെ വികസനം അങ്ങനെയുള്ള, അല്ലാണ്ട് ഒരു റോഡ് തന്നെ പല പ്രാവശ്യം പണിത് അതിലൊന്നും വലിയ കാര്യമില്ല. അപ്പം നമ്മുടേതായ രീതിയിൽ ഇതുണ്ട്, കാൻഡിഡേറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പല കാര്യങ്ങളും സാധാരണക്കാരുടെ രീതിയിൽ പല പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ കഴിയും. വാടകക്കാരെന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ ഈ ഏരിയയിലെല്ലാം തന്നെ വളരെ കോമൺ ആയിട്ട് വരുന്നത് നിരവധി വാടകക്കാരുണ്ട്. നല്ലൊരു പെർസെൻറ്റേജ് നമ്മളിപ്പോൾ വോട്ട് ഇതിനൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് വലിയൊരു ഒന്നാമെന്ന് അറിയാമല്ലോ, ഇവിടെ അടുത്ത് അമൃത ഹോസ്പിറ്റൽ, അതുപോലെ നിരവധി പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ അവിടെ വരുന്ന വാടകക്കാർക്ക് വളരെ പ്രാധാന്യം, അവരെ സപ്പോർട്ട് ചെയ്യുന്നത് അവർ മനുഷ്യരാണല്ലോ, അത് സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ സപ്പോർട്ടൊന്നും നമുക്ക് കൊടുക്കുന്നില്ല. പക്ഷേ ഒരു കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള നമ്മൾ പാക്കേജ് നമുക്ക് എപ്പോഴും ചെയ്യാൻ പറ്റും. നമ്മളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ വിഷനുണ്ട്. കേന്ദ്ര സർക്കാരിന് വിഷനുണ്ട്, നമുക്കൊരു വിഷനുണ്ട്. വലിയ ആശയങ്ങളുണ്ട്, അത് നടപ്പാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് എപ്പോഴും തോന്നിയിട്ടുള്ളത്. പദ്ധതി തുടങ്ങാൻ ചിലപ്പോൾ എളുപ്പമാണ്, അത് തുറന്നു കൊണ്ടുപോകാനും മെയിൻറ്റെയിൻ ചെയ്യാനും. ഉദാഹരണമായിട്ട് ഇപ്പോൾ എടപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ, പുതിയ റെയിൽവേ സ്റ്റേഷൻ പദ്ധതിയിലെ ഒന്നാമത്തെ ഇതാണത്. അങ്ങനെ അത് ഏറ്റവും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ കൂടെ നമുക്ക് സാധിക്കണം. വലിയ കാഴ്ചപ്പാടുകൂടിയാണ്, പ്രത്യേകിച്ച് ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഇന്ത്യ സ്ഥാനാർത്ഥി സി നന്ദകുമാർ തൻ്റെ കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം ഒരു വാർഡ് എന്നതിന് അപ്പുറത്തേക്ക് പൊതുവിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയണം. കഴിഞ്ഞ വർഷം കാലമായി കൗൺസിലറായി തുടരുന്നവർക്ക് അത് കഴിയുന്നില്ല. പ്രത്യേകിച്ച് മാറി വരുന്ന ഭരണ സംവിധാനങ്ങൾക്ക്, ഇടത് വലത് ഭരണ സംവിധാനങ്ങൾക്ക് കഴിയുന്നില്ല ഇന്ത്യയെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് പോകുന്നത്. ഏതായാലും നാട്ടിലോട്ടിൻ്റെ ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. മറ്റൊരു വാർഡിൽ നിന്ന് മറ്റ് സ്ഥാനാർത്ഥികളുടെ അവരുടെ ആവശ്യങ്ങളുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും ചേരാം. നമസ്കാരം.